ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. 1 കിലോ ബീഫ് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കപ്പയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെക്കണം. ഇനി നമുക്ക് ബീഫ് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിനകത്ത് ആഡ് ചെയ്യാം. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ബീഫിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളച്ച് വരുന്നിടം വരെ ചെറുതായി അടച്ചു വെച്ച് ഇതുപോലെ ഒന്ന് വേവിക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ നല്ലതുപോലെ അടച്ച് വിസിൽ വെച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു 7 വിസിൽ വരെ വേവിച്ചു. ഇപ്പം നമ്മുടെ ചീനി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്ക് 3 സവോള ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാൻ വെക്കാം. ബീഫിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിരുന്നതുകൊണ്ട് ഇതിന് കുറച്ച് ഉപ്പ് മതി. ഇപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം തന്നെയാണ് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്കൊന്ന് താളിച്ചെടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം.
ഇനി നമ്മുടെ കപ്പ ബിരിയാണി സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് താളിച്ചത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. സലാഡുമായിട്ടൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.